ശ്രീ ഗുരുഭ്യോ നമ. നമസ്തേ. ഇന്ന് 7ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ മാനവികത എന്നുള്ളതാണ് ഒന്നാമത്തെ യൂണിറ്റ്. അതിലെ 2ാമത്തെ പാഠം നോക്കാം. അതിനു മുമ്പ് നമുക്കൊരു ന്യൂസ് വായിക്കാം. 2023 മെയ് മാസത്തിൽ മെയ് 1-ാം തീയതി നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ന്യൂസാണിത്. മാതൃഭൂമിയിൽ വന്നതാണ്. വിമാനം തകർന്ന് ആമസോൺ വനത്തിലകപ്പെട്ടു. 1 വയസ്സുകാരനടക്കം 4 കുട്ടികൾക്ക് 17 ദിവസത്തിനു ശേഷം രക്ഷപ്പെടൽ. വിമാനം തകർന്നിട്ട് ആമസോൺ മഴക്കാടുകളിൽ വീഴുകയും ആ വിമാനത്തിലുണ്ടായിരുന്ന 4 കുട്ടികൾ അവരെ കാണാതാവുകയും ചെയ്തിരുന്നു. കുറേ ദിവസത്തെ പരിശ്രമത്തിന് ശേഷം അവരെ പിന്നീട് കണ്ടെത്തി. അപ്പോൾ ഇത് ആദ്യം വന്ന ന്യൂസാണ്. ശരിക്കും അവരെ കണ്ടെത്തിയത് 40ാമത്തെ ദിവസമാണ്. ബൊഗോത്ത, കൊളംബിയ. വിമാനം തകർന്ന് ആമസോൺ വനത്തിനുള്ളിൽ അകപ്പെട്ടുപോയ 4 കുട്ടികൾക്ക് 2 ആഴ്ചയ്ക്ക് ശേഷം അത്ഭുതകരമായി രക്ഷപ്പെടൽ. 40 ദിവസത്തിന് ശേഷമാണ് അവർ രക്ഷപ്പെട്ടത്. ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കൊളംബിയയിലെ ആമസോൺ വനാന്തരത്തിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. 11 മാസം പ്രായമുള്ള കുഞ്ഞും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. കുട്ടികളെ കണ്ടെത്താനായതിൽ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ അതീവ സന്തോഷം പ്രകടിപ്പിച്ചു. മെയ് 1-നാണ് കൊളംബിയൻ മേഖലയിലെ വനത്തിൽ വിമാനം തകർന്നു വീണത്. അപകടത്തിൽ 3 പേർ മരിച്ചിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 4 കുട്ടികളെ കണ്ടെത്താനായിരുന്നില്ല. 11 മാസം പ്രായമുള്ള കുഞ്ഞിനു പുറമെ 4, 9, 13 വയസ്സുള്ള കുട്ടികളാണ് വനത്തിനുള്ളിൽ അകപ്പെട്ടു പോയത്. ഇവരെ കണ്ടെത്താനായി വലിയ പരിശോധനകളാണ് നടത്തിയത്. 100 സൈനികരെയും പരിശീലനം ലഭിച്ച നായകളെയും വനത്തിൽ വിന്യസിച്ചു. സൈന്യം നടത്തിയ ഊർജിതമായ തിരച്ചിലുകൾക്കൊടുവിൽ 40 ദിവസങ്ങൾക്ക് ശേഷമാണ് കുട്ടികളെ ആമസോൺ കാടിനുള്ളിൽ കണ്ടെത്തുന്നത്. 40ാമത്തെ ദിവസമാണ് കണ്ടെത്തുന്നത്. അപകടത്തിൽപ്പെട്ട കുട്ടികൾക്ക് കാര്യമായ പരിക്കുകൾ ഏറ്റിരുന്നില്ല. എന്നാൽ പുറം ലോകത്തേക്കുള്ള വഴിയറിയാതെ അവർ 2 ആഴ്ചയിലേറെ കാലം വനത്തിനുള്ളിൽ അലയുകയായിരുന്നു. അതായത് ഈ ഒരു ന്യൂസ് വന്നിട്ട് ആദ്യം അവരെ കിട്ടി, 2 ആഴ്ചയ്ക്ക് ശേഷം അവരെ കിട്ടി എന്നൊരു ന്യൂസ് വന്നിരുന്നു. അപ്പോൾ ആ ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ന്യൂസ് വന്നത്. എന്തായാലും 40ാമത്തെ ദിവസമാണ്. 40 ദിവസം അവരവിടെ അലഞ്ഞു നടന്നിരുന്നു കാട്ടിൽ. തിരച്ചിൽ നടത്തുന്നതിനിടെ ബുധനാഴ്ച വനത്തിനകത്ത് കമ്പുകളും വടികളും ഉപയോഗിച്ച് ചെറിയ പന്തൽ നിർമ്മിച്ചതായി സൈന്യം കണ്ടെത്തി. കൂടാതെ വഴിയിൽ ഒരു ഹെയർ ബാൻഡ് കിടക്കുന്നതായും കണ്ടെത്തി. പകുതി കഴിച്ച പഴവും വെള്ളക്കുപ്പിയും നേരത്തെ തന്നെ കാട്ടിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. തുടർന്ന് ആ മേഖലയിൽ നടത്തിയ ഊർജിതമായ തിരച്ചിലിനൊടുവിലാണ് കുട്ടികളെ കണ്ടെത്തുന്നത്. 2 ആഴ്ചയിലേറെ കാലം ഇത്രയും സമയം ഈ കുട്ടികൾ എങ്ങനെ കൊടും വനത്തിനുള്ളിൽ അതിജീവിച്ചു എന്നത് ആശ്ചര്യകരമാണെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. സാൻ ജോസ് ഡെൽ ഗ്വാവിയറിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് വിമാനം തകർന്നു വീണത്. വിമാനത്തിൻ്റെ എഞ്ചിന് പ്രശ്നമുള്ളതായി റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാകുന്നതിന് തൊട്ടു മുൻപ് പൈലറ്റ് അറിയിച്ചിരുന്നു. പിന്നീട് വിവരങ്ങളൊന്നും ഉണ്ടായില്ല. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ പൈലറ്റിൻ്റെയും മറ്റ് 2 പേരുടെയും മൃതദേഹം സൈന്യം കണ്ടെത്തിയിരുന്നു. മരിച്ചവരിൽ ഒരാൾ 4 കുട്ടികളുടെ അമ്മയാണ്. അപകട കാരണം വ്യക്തമായിട്ടില്ല. ആമസോൺ വനത്തിനകത്ത് കുറച്ചു ഭാഗം മാത്രമേ റോഡുകളുള്ളൂ. പുഴ മുറിച്ചു കടക്കാൻ പ്രയാസവുമാണ്. ഇതിനാൽ ഈ മേഖലയിൽ ചെറിയ യാത്രാവിമാന സംവിധാനമുണ്ട്. ഇത്തരത്തിലൊരു വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തിയത്. ഓപ്പറേഷൻ ഹോപ്പ് എന്നു പേരിട്ടായിരുന്നു രക്ഷാപ്രവർത്തനം. കനത്ത മഴയും കൂറ്റൻ മരങ്ങളും വന്യമൃഗങ്ങളും കാരണം രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നെന്ന് അധികൃതർ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ന്യൂസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ 2ാമത്തെ പാഠം. ദ്വിതീയഃ പാഠഃ സഫല കർമ്മധീരത. സഫലമായ കർമ്മധീരത. കർമ്മധീരത എന്ന് പറഞ്ഞാൽ കഠിന പ്രയത്നത്തിലൂടെ ഒരു കർമ്മം ചെയ്ത് ലക്ഷ്യബോധത്തിലൂടെ കർമ്മം ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക? ആ കർമ്മം സഫലമാവും, അതിന് ഫലം കിട്ടും എന്ന ആശയമാണ് ഇവിടെ ഈ ടൈറ്റിലിനുള്ളത്. സഫല കർമ്മധീരത എന്നുള്ളത്. ചിത്രേ കിം കിം പശ്യന്തി ചർച്ചാം കുർവന്തു. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ചർച്ച ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ഒരു ട്രെയിൻ അപകടമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഒരുപാട് ആളുകൾ നിന്ന് രക്ഷാപ്രവർത്തനമൊക്കെ ചെയ്യുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ആമുഖം.
യാനഭംഗേന ആമസോൺ വർഷാരണ്യേ നിപതിതാൻ ക്രിസ്റ്റിൻ, ടിൻ, സോളനി, ലെസ്ലി ഇത്യാദീൻ പുത്രാൻ അധികൃത്യ ശ്രുതം കില. യാനഭംഗേന ആമസോൺ വർഷാരണ്യേ നിപതിതാൻ ക്രിസ്റ്റിൻ, ടിൻ, സോളനി, ലെസ്ലി ഇത്യാദീൻ പുത്രാൻ അധികൃത്യ ശ്രുതം കില. വിമാനം കേടായതിനെ തുടർന്ന് വിമാനാപകടത്തിൽ ആമസോൺ മഴക്കാടുകളിൽ വീണുപോയ ക്രിസ്റ്റിൻ, ടിൻ, സോളനി, ലെസ്ലി തുടങ്ങിയ കുട്ടികളെ പറ്റിയിട്ട് കേട്ടിട്ടില്ലേ? തേഷാം പുനഃപ്രാപ്ത്യർത്ഥം കൃതം പ്രയത്നമധികൃത്യ ആഗതാം ദൃശ്യമാധ്യമവാർത്താം ശ്രുത്വാ ഗൃഹേ ജായമാനം സംഭാഷണം പഠാമഹ. തേഷാം പുനഃപ്രാപ്ത്യർത്ഥം കൃതം പ്രയത്നമധികൃത്യ ആഗതാം ദൃശ്യമാധ്യമവാർത്താം ശ്രുത്വാ ഗൃഹേ ജായമാനം സംഭാഷണം പഠാമഹ. സംഭാഷണം പഠിക്കാം. എന്തിനെ പറ്റിയാണ് സംഭാഷണം? വിമാനം തകർന്ന് ആമസോൺ മഴക്കാടുകളിൽ അകപ്പെട്ടു പോയ 4 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളെ തിരിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രയത്നത്തെ പറ്റിയിട്ടുള്ള ന്യൂസ്, ദൃശ്യമാധ്യമ വാർത്ത, ടി വിയിൽ ആ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കുടുംബം. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള ആളുകൾ തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. പ്രമുഖാः വാർത്താः പുനഃപ്രാപ്തിः സാർത്ഥീഭൂത അംബായാം നഷ്ടായാമപി ആമസോൺ വർഷാരണ്യസ്യ വന്യതായാം ആവിർഭൂതാः സന്തതയः. ഇപ്പം എന്തായിരുന്നു ആ ന്യൂസ്? ആ 4 കുട്ടികളെ പുനഃപ്രാപ്തി സാർത്ഥീഭൂത, അവരെ കണ്ടുപിടിച്ചിരിക്കുന്നു. അമ്മ നഷ്ടപ്പെട്ടു, അംബായാം നഷ്ടായാമപി, അമ്മ നഷ്ടപ്പെട്ടു എങ്കിലും ആമസോൺ വനത്തിൻ്റെ സന്തതികളായിട്ട് ആ മക്കളെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് പറയാണ്. വാർത്താശകലം, അപ്പോൾ ആ ന്യൂസിൻ്റെ ഒരു ചെറിയ ഭാഗം പറയാണ്. വിശ്വചരിത്രേ വിശേഷതയാ അങ്കനീയഃ വൃത്താന്തഃ. വിശ്വചരിത്രേ വിശേഷതയാ അങ്കനീയഃ വൃത്താന്തഃ. ലോകചരിത്രത്തിൽ തന്നെ മാർക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള, ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്താണ്? സമഗ്രസ്യ വിശ്വസ്യ ശ്വാസകോശഃ ഇതി വിഖ്യാതഃ ആമസോൺ. സമഗ്രസ്യ വിശ്വസ്യ ശ്വാസകോശഃ ഇതി വിഖ്യാതഃ ആമസോൺ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നതാണ് ആമസോൺ മഴക്കാടുകൾ. കാരണം നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ്റെ വലിയൊരു അളവുണ്ടാകുന്നത് ആമസോൺ മഴക്കാടുകളിലാണ്. ഭീതിജനകസ്യ അരണ്യസ്യ മകുടോദാഹരണം ആമസോൺ വർഷാരണ്യം. 5 കിലോമീറ്റർ വിസ്തൃതമേതത് മഹാവനം. ഭീതിജനകസ്യ അരണ്യസ്യ മകുടോദാഹരണം ആമസോൺ വർഷാരണ്യം. പേടിപ്പെടുത്തുന്ന കൊടുങ്കാട്, അതിനുദാഹരണമാണ് ഈ ആമസോൺ കാടുകൾ. അത്രയും പലതരത്തിലുള്ള മൃഗങ്ങളും വസിക്കുന്നതും പലതരത്തിലുള്ള സസ്യങ്ങളും മരങ്ങളും ഒക്കെയുള്ള കൊടുങ്കാടാണ് ഈ ആമസോൺ. പേടിപ്പെടുത്തുന്നൊരു കാടാണ് എന്ന് പറയാം. 5 കിലോമീറ്റർ വിസ്തൃതമേതത് മഹാവനം. ഏകദേശം 50 ലക്ഷം കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഈ കൊടുങ്കാടിന്. മനുജവംശസ്യ സുസ്ഥിതേഹേ ജീവതാളം അസ്യ ഹൃദയാന്തരാളെ ഏവ. മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ജീവതാളം ഈ കാടുകളിലാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഭൂമിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ആമസോൺ മഴക്കാടുകൾ എന്ന് പറയുന്നത്. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ 9 രാജ്യങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു ഈ ആമസോൺ മഴക്കാടുകൾ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സസ്യജന്തുജാലങ്ങൾ വസിക്കുന്നതും ഇവിടെയാണ്. 2023 മെയ് മാസത്തിൽ കൊളംബിയയിലെ ആമസോൺ കാടുകളിൽ നടന്ന പ്രശസ്തമായ വിമാനാപകടത്തെ പറ്റിയിട്ടുള്ള ഒരു വാർത്തയാണിത്. നമുക്ക് ഈ വാർത്ത കണ്ടിട്ട് ഒരു വീട്ടിൽ നടക്കുന്ന സംഭാഷണമാണ്. പുത്രിയും പിതാവും മാതാവും മാതാമഹിയും, മകളും അച്ഛനും അമ്മയും മുത്തശ്ശിയും, മാതാമഹി അമ്മയുടെ അമ്മ, മുത്തശ്ശിയും കൂടിയിട്ടുള്ള ഒരു സംഭാഷണമാണ്. പുത്രി മകൾ ചോദിക്കുകയാണ്, താത തത്ര ആമസോൺ വനെ കിം പ്രവൃത്തം? താത
തത്ര ആമസോൺ വനെ കിം പ്രവൃത്തം. അച്ഛാ, ആമസോൺ കാടുകളിൽ എന്താണ് ഉണ്ടായത്? പിത, അപ്പം അച്ഛൻ പറയാണ്, ഏവം ശ്രൂയത്തെ മദ്ഗലന ട്യൂട്ടോറോയ് തസ്യാഹ അപത്യാനി ച വ്യോമയാനേന സാൻ ജോസ് ജനപദം പ്രതി യാത്രാമകുർവൻ. ഏവം ശ്രൂയത്തെ മദ്ഗലന ട്യൂട്ടോറോയ് തസ്യാഹ അപത്യാനി ച വ്യോമയാനേന സാൻ ജോസ് ജനപദം പ്രതി യാത്രാമകുർവൻ. മദ്ഗലന ട്യൂട്ടോറോയ് എന്ന അമ്മയും അവളുടെ 4 മക്കളും കൂടിയിട്ട് സാൻ ജോസ് എന്ന് പറയുന്ന ഒരു നഗരത്തിലേക്ക് പോവുകയായിരുന്നു. ഇത് ആമസോൺ മഴക്കാടുകളുടെ അതിർത്തിയിലുള്ള ഒരു ചെറിയ നഗരമാണ്. അപ്പോൾ മദ്ഗലന ട്യൂട്ടോറോയ് തൻ്റെ 4 മക്കളോടുകൂടി സാൻ ജോസ് എന്നുള്ള നഗരത്തിലേക്ക് പോവുകയായിരുന്നു വിമാനത്തിൽ. മാതാ, അപ്പോൾ അമ്മ പറയാണ്, മാർഗമധ്യേ യാനഭംഗേന തേ ആമസോൺ വനെ നിപതിതാഹ. മാർഗമധ്യേ യാനഭംഗേന തേ ആമസോൺ വനെ നിപതിതാഹ. വഴിയിൽ വെച്ചിട്ട് വിമാനത്തിന് തകരാറ് സംഭവിച്ചിട്ട് അവർ ആമസോൺ വനത്തിലേക്ക് വീണു. പുത്രി, അഹോ കഷ്ടം പുനഃ കിം. അപ്പം മകൾ പറയാണ്, കഷ്ടമായി പോയില്ലോ, എന്നിട്ട് എന്താണ് ഉണ്ടായത്? പിത, വൈമാനികൗ മാതാച ഉപരതാഹ. വൈമാനികൗ മാതാച ഉപരതാഹ. 2 വൈമാനികരും, അതായത് പൈലറ്റുമാർ എന്നുള്ള അർത്ഥത്തിലാക്കണം, പൈലറ്റുമാരും അമ്മയും മരിച്ചു. മാതാമഹി, തേ പുത്രാഹ തു നിരാലംബാഹ അജായന്ത. തേ പുത്രാഹ തു നിരാലംബാഹ അജായന്ത. ആ പുത്രന്മാരാകട്ടെ, മക്കളാകട്ടെ ആരുമില്ലാത്തവരായിട്ട് തീർന്നു. 4 കുട്ടികളും കൂടി ഉണ്ടായിരുന്നല്ലോ, അവർക്ക് ആരുമില്ലാണ്ടായി. പുത്രി, തേഷാം അപത്യാനാം കിമഭവത്. തേഷാം അപത്യാനാം കിമഭവത്. ആ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത്? പിത, സൈനികാഹ രക്ഷാപരിശ്രമം അകുർവൻ. സൈനികാഹ രക്ഷാപരിശ്രമം അകുർവൻ. സൈനികർ അവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടങ്ങി. മാതാ, തഥാപി പ്രകൃതിക്ഷോഭേണ പ്രഥമഃ രക്ഷാപരിശ്രമഃ വ്യർത്ഥോ ജാതഃ. തഥാപി പ്രകൃതിക്ഷോഭേണ പ്രഥമഃ രക്ഷാപരിശ്രമഃ വ്യർത്ഥോ ജാതഃ. പക്ഷേ പ്രകൃതിക്ഷോഭം കാരണം ആദ്യത്തെ രക്ഷാപ്രവർത്തനം ഫലം കണ്ടില്ല, അവരെ കണ്ടെത്താനായില്ല. മാതാമഹി, പുനഃ നാവികസേനയാ കൃതേ പ്രയത്നേ തേ സർവേ സജീവാഃ ഇതി അവഗതാഃ. മാതാമഹി, പുനഃ നാവികസേനയാ കൃതേ പ്രയത്നേ തേ സർവേ സജീവാഃ ഇതി അവഗതാഃ. അതിനുശേഷം നാവികസേന കൂടി ഒത്തുചേർന്നിട്ട് പ്രയത്നിച്ചപ്പോൾ എന്ത് മനസ്സിലായി? ആ കുട്ടികൾ ജീവനോടെയുണ്ട് എന്നതിനുള്ള സൂചനകളൊക്കെ കിട്ടി. പുത്രി, തത്കഥം അവഗതം. അതെങ്ങനെയാണ് മനസ്സിലായത്? പിത, വനാന്തർഭാഗേ തൈഃ ഉപയുക്താനി ക്ഷീരകൂപി ഭുക്താവശിഷ്ടം ഫലം ലഘുപാദരക്ഷ ഇത്യാദീനി വസ്തൂനി അന്യാനി ചിഹ്നാനി ച ലബ്ധാനി. വനാന്തർഭാഗേ തൈഃ ഉപയുക്താനി ക്ഷീരകൂപി. കാടിൻ്റെ ഉള്ളിൽ അവർ ഉപയോഗിച്ച പാൽക്കുപ്പി, ഭുക്താവശിഷ്ടം ഫലം, പകുതി കഴിച്ച പഴം, ലഘുപാദരക്ഷ ചെറിയ ചെരിപ്പ്, ഇത്യാദീനി വസ്തൂനി ഇങ്ങനെയുള്ള വസ്തുക്കളും അന്യാനി ചിഹ്നാനി ച ലബ്ധാനി മറ്റു ചില സൂചനകളൊക്കെ ലഭിച്ചു. മാതാ, തൈഃ ചിഹ്നൈഃ തേഷാം പുനഃപ്രാപ്തിഃ സഫലാ ജാത. തൈഃ ചിഹ്നൈഃ തേഷാം പുനഃപ്രാപ്തി സഫലാ ജാത. അങ്ങനെ ആ അടയാളങ്ങളെ വെച്ച് അവരെ അന്വേഷിച്ചപ്പോൾ ആ കുട്ടികളെ കണ്ടെത്തി. പിതാ, തദർത്ഥം ദ്വിശതാധികൈഃ തദ്വംശീയൈഃ ജനൈഃ നാവികൈഃ സൈനികൈശ്ച കൃതാഃ പ്രയത്നാഃ പ്രശംസനീയാഃ ഏവ. തദർത്ഥം ദ്വിശതാധികൈഃ തദ്വംശീയൈഃ ജനൈഃ. അപ്പോൾ ഈ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ പ്രദേശവാസികളായിട്ടുള്ള 200ഓളം ആളുകളും അതുപോലെ നാവിക സൈനികന്മാരും ഒക്കെ ചെയ്ത ആ പ്രയത്നം പ്രശംസനീയമാണ്. മാതാ, താനി അപത്യാനി അന്വേഷ്ടും അഗ്രേ ഗതഃ ബെൽജിയം ഷെപ്പേർഡ് ഇതി ഘ്രാണശക്തിയാ സമർത്ഥഃ സാരമേയഃ അപി അവിസ്മരണീയഃ. അതുപോലെ ആ കുട്ടികളെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ബെൽജിയം ഷെപ്പേർഡ് നായകളെ അയച്ചിരുന്നു, സ്മെല്ല് നോക്കിയിട്ട് അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ നായയുടെയും
പ്രയത്നവും അവിസ്മരണീയമാണ്. മാതാമഹി അന്തേ സർവേഷാം യുഗപത് പ്രയത്നൈഃ ചത്വാരിംശത്തമേ ദിനേ തേ വിജയിനോ അഭവന്നിതി രോമഹർഷജനകമേവ. അന്തേ സർവേഷാം യുഗപത് പ്രയത്നൈഃ അവസാനം എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രയത്നം കൊണ്ട് ചത്വാരിംശത്തമേ ദിനേ 40-ാമത്തെ ദിവസം തേ വിജയിനോ അഭവന്നിതി അവർ വിജയിച്ചു എന്നുള്ളത് രോമഹർഷജനകമേവ അത്യധികം ആഹ്ലാദജനകമാണ്. 40-ാം ദിവസം ആ കുട്ടികളെ കണ്ടെത്തി. പുത്രി തേഷാം അപത്യാനാം സഹയോഗമപി പ്രശംസനീയം അനുകരണീയം ച. അപ്പോൾ ആ കുട്ടികളുടെ പരസ്പരമുള്ള സ്നേഹവും അവർ ആ കാട്ടിൽ ഇത്രയും ദിവസം ഒരുമിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷിച്ചു കൊണ്ടൊക്കെ ജീവിച്ചില്ലേ, അതും വളരെ അനുകരണീയമാണ്. പിതാ സഹയോഗീന സഹജീവി സ്നേഹേന അതിജീവനേന ച സർവഥാ ദീപ്തോയം സമയഃ. പരസ്പരം സഹായിച്ചും ഒന്നിച്ച് കഴിയുന്നവരോടുള്ള സ്നേഹം നിലനിർത്തിയും പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതിയും ആ കുട്ടികൾ അതിജീവിച്ച ആ 40 ദിവസങ്ങൾ മനുഷ്യചരിത്രത്തിലെ എക്കാലവും തിളങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. അതായത് ദുരിതങ്ങൾ വരുമ്പോൾ എങ്ങനെ അതിനെ അതിജീവിച്ച് മുന്നേറാം എന്നുള്ള ഒരു കാര്യം കാണിച്ചു തന്ന ഒരു സംഭവമായിരുന്നു ഇത്. അപ്പോൾ ഇത് ചരിത്രത്തിൽ എന്നും ഇടം നേടും എന്ന് പറയുന്നു. മാതാ സത്യമേവ സത്യം തന്നെയാണ് എന്ന് അമ്മ പറയുന്നു. അപ്പോൾ എന്താണ് ഇവിടെ നിന്നുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ദുരിതങ്ങൾ വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടി അതിൽ വിഷമിച്ച് ആകെ തകർന്നു പോകാൻ പാടില്ല. അതിനെ അതിജീവിക്കാനുള്ള മനഃശക്തി നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു മെസ്സേജ്. രണ്ടാമത്തെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ പരസ്പരം ആ സൈനികരൊക്കെ അതുപോലെ അവിടുത്തെ ജനങ്ങളൊക്കെ മറ്റുള്ള ആ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചു. അപ്പോൾ അതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരു ദുഃഖം വരുമ്പോൾ അതിനെ അവരുടെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും സഹകരിച്ചുമൊക്കെയാണ് ഈ നമ്മുടെ ഒരു നിലനിൽപ്പ് സാധ്യമാവുള്ളൂ, നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് ഈ ഒരു പാഠത്തിൻ്റെ മെസ്സേജ്. ഇവിടുത്തെ പദച്ഛേദം നോക്കാം. തഥാപി, തഥാ പ്ലസ് അപി തഥാപി, ഇത്യാദീനി, ഇതി പ്ലസ് ആദീനി ഇത്യാദീനി, സൈനികൈശ്ച, സൈനികൈഃ പ്ലസ് ച സൈനികൈശ്ച, അഭവന്നിതി, അഭവൻ പ്ലസ് ഇതി അഭവന്നിതി, ദീപ്തോയം, ദീപ്തഃ പ്ലസ് അയം ദീപ്തോയം എന്നിങ്ങനെ പദച്ഛേദം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ധന്യവാദാः.